പാലക്കാട് തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കും SDPI അടക്കം മതന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾ UDFന് വേണ്ടി വിടുപണി ചെയ്തതും തീവ്രവാദം വളർത്തുന്നതും പുറത്തു വന്നതുകൊണ്ട് ഈ ഒരു വ്യാജ പ്രചാരണവുമായി അവർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മാപ്രകളുടെ സഹായത്തോടുകൂടി LDFും വെൽഫെയർ പാർട്ടിയും SDPIയും ഒക്കെ തമ്മിൽ ബന്ധമുണ്ടത്രേ. ഇപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള 23 പഞ്ചായത്തുകളിൽ വെൽഫെയർ പാർട്ടിയും SDPIയും ഒക്കെയായി CPMന് ബന്ധമുണ്ട് എന്ന രീതിയിലാണ് ഇവർ വ്യാജ പ്രചാരണം നടത്തുന്നത്. അങ്ങനെ നിങ്ങളുടെ കള്ളപ്രചാരണം വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല. നമുക്ക് ഈ 22 പഞ്ചായത്തും നമുക്കൊന്ന് നോക്കാം. എന്താണ് വാസ്തവമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഇവരുടെ വ്യാജ പ്രചാരണം പൊളിച്ചടുക്കി കൈ കൊടുക്കാം. ആദ്യം ഏതൊക്കെ പഞ്ചായത്തുകളാണെന്ന് നോക്കാം. മലപ്പുറം ജില്ലയിലെ കീഴുപറമ്പ്, മൊറയൂർ, കൂട്ടിലങ്ങാടി, കുറുവ, വെട്ടം, തലക്കാട്, കൽപ്പകഞ്ചേരി, AR നഗർ, പറപ്പൂർ, കണ്ണമംഗലം, ചീക്കോട്, പൊന്മള, തൃക്കലങ്ങോട്, മക്കരപ്പറമ്പ്, മേലാറ്റൂർ, തിരുനാവായ, ഒതുക്കുങ്ങൽ, തൂവൂർ, പെരുവള്ളൂർ, ചെറുകാവ്, മഞ്ചേരി മുനിസിപ്പാലിറ്റി, പെരുമ്പടപ്പ് പഞ്ചായത്ത്. വായിച്ച 23 പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിന്റെ പേര് തെറ്റാണ്. ബാക്കി 22 പഞ്ചായത്തിൽ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ആദ്യം കീഴുപറമ്പ് പഞ്ചായത്ത് ഒന്ന് നോക്കാം. കീഴുപറമ്പ് പഞ്ചായത്ത് LSGD എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ ലിസ്റ്റ് മുഴുവൻ കിട്ടും. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? ആകെയുള്ള 14 സീറ്റിൽ 4 സീറ്റാണ് LDFനുള്ളത്, 3 CPM, 1 കേരള കോൺഗ്രസ് M. ബാക്കി 10 സീറ്റും UDFന്റെ കയ്യിലാണുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം കൂടെ ചേർത്താണ് അവർ അവിടെ ഭരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പഞ്ചായത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം എന്നിവർ പറയുന്നത്. അങ്ങനെ നുണ ഒന്ന് പൊളിയുന്നു. ഇനി നമുക്ക് മൊറയൂർ പഞ്ചായത്ത് നോക്കാം. മൊറയൂർ പഞ്ചായത്തിൽ ആകെയുള്ള 18 സീറ്റിൽ 4 സീറ്റാണ് LDFനുള്ളത്. അതിൽ 3 CPM മെമ്പർമാരും 1 CPM സ്വതന്ത്രനായിട്ടുള്ള മെമ്പറുമാണ് ഉള്ളത്. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെല്ലാം UDFനാണ് അവിടെ ഉള്ളത്. UDF ആണ് അവിടെ ഭരിക്കുന്നത്. ഇവിടെ എവിടെയാണ് LDFന് ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം? അങ്ങനെ മൊറയൂർ പഞ്ചായത്തിന്റെ വ്യാജ പ്രചാരണം പൊളിയുന്നു. അടുത്തത് നമുക്ക് നോക്കാം. ഇനി കൂട്ടിലങ്ങാടി പഞ്ചായത്ത് നമുക്കൊന്ന് നോക്കാം. കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ ആകെ 19 സീറ്റിൽ LDFന് 5 സീറ്റ് മാത്രമാണുള്ളത്. ബാക്കി 14 സീറ്റിലും UDF ആണുള്ളത്. UDFനോടൊപ്പം വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും UDFന്റെ ഭാഗമായി ഭരിക്കുന്നുണ്ട്. ഇനിയാണ് രസം. കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ പ്രസിഡന്റ് ആവട്ടെ ലീഗ് പ്രതിനിധിയും വൈസ് പ്രസിഡന്റ് ആകട്ടെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയും. ഈ വെൽഫെയർ പാർട്ടിയും ലീഗും ഒരുമിച്ച് ഭരിക്കുന്നിടത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി നിൽക്കുന്ന സ്ഥലത്ത് ഇവർ എങ്ങനെയാണ് LDFനെ സഹായിക്കുക? അങ്ങനെ മൂന്നാമത്തെ പഞ്ചായത്തിന്റെ വ്യാജ പ്രചാരണവും പൊളിഞ്ഞു പോയിരിക്കുന്നു. ഇനി അടുത്ത പഞ്ചായത്ത് നോക്കാം. അടുത്തത് കുറുവ പഞ്ചായത്താണ്. അതൊന്ന് നോക്കാം. കുറുവ പഞ്ചായത്തിൽ ആകെയുള്ള 21 സീറ്റിൽ LDFനും UDFനും തുല്യ സീറ്റാണ് 11 വീതം. ഇവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നറുക്കെടുപ്പാണ് നടന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDFന്റെ മെമ്പറാണ് നറുക്കെടുപ്പിൽ ജയിച്ചത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിൽ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ജയിച്ചത്. ഇവിടെയും വെൽഫെയർ പാർട്ടിയുമായി ബന്ധമില്ല. അവിടെ വെൽഫെയർ പാർട്ടി മത്സരിച്ചത് ആകെ ഒരു സീറ്റിലാണ്, 15ാം വാർഡിൽ. അവിടെ CPM ജയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കള്ളം കൂടെ പൊളിയുന്നു. അടുത്തത് നോക്കാം. അടുത്തത് വെട്ടം പഞ്ചായത്താണ്. അതൊന്ന് നമുക്ക് നോക്കാം. വെട്ടം പഞ്ചായത്തിൽ ആകെയുള്ള 20 സീറ്റിൽ LDFന് ഒരു സ്വതന്ത്രനടക്കം 10 സീറ്റ്, UDFന് സ്വതന്ത്രനടക്കം 10 സീറ്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലീഗിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. ഇവിടെ എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി? അങ്ങനെ വെട്ടം പഞ്ചായത്തിനെ കുറിച്ചുള്ള വ്യാജ പ്രചാരണവും പൊളിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് നോക്കാം. 7ാമത്തെ വ്യാജ പ്രചാരണമായ തലക്കാട് പഞ്ചായത്തിലേക്ക് ഒന്ന് പോകാം. നോക്കൂ, എന്തൊരു കള്ളമാണ് ഇവര് പറഞ്ഞു പരത്തുന്നത്. തലക്കാട് പഞ്ചായത്തിൽ ആകെ 19 സീറ്റ് ഉണ്ട്. അതിലെ 10 സീറ്റും CPM മാത്രം വിജയിച്ച പഞ്ചായത്താണ് തലക്കാട് പഞ്ചായത്ത്. അവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും CPMന്റെ മെമ്പർമാരാണ്. ആരുടെയും സഹായം ആവശ്യമില്ല. എന്നിട്ടും പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം. ലേശമെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഇനി അടുത്ത പഞ്ചായത്ത് നോക്കാം. കൽപ്പകഞ്ചേരി പഞ്ചായത്താണ് അടുത്തത്. അതൊന്നും നമുക്ക് നോക്കാം. കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ എന്താണ് കഥ? അവിടെ 19 സീറ്റ് ഉണ്ട്. 5 സീറ്റ് LDFന്റെ മെമ്പർമാര്, 14 സീറ്റ് UDFന്റെ മെമ്പർമാര്. UDF ആണ് അവിടെ ഭരിക്കുന്നത്. 4 സീറ്റിൽ 1 സീറ്റ് CPMഉം 4 സീറ്റിൽ LDF സ്വതന്ത്രന്മാരും. ആർക്കും ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധവുമില്ല എന്ന് കൽപ്പകഞ്ചേരി പഞ്ചായത്തുകാർ തെളിയിക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമി UDFുമായാണ് 2020 മത്സരിച്ചത്. എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ CPMന്റെ തലയെ കൊണ്ടുവയ്ക്കാനാണ് ഈ കള്ള വ്യാജ പ്രചാരകര് ശ്രമിക്കുന്നത്. അങ്ങനെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞതും പൊളിഞ്ഞിരിക്കുന്നു. അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം. അടുത്ത പഞ്ചായത്ത് AR നഗർ പഞ്ചായത്താണ്. AR നഗർ പഞ്ചായത്തിൽ 21 സീറ്റാണുള്ളത്. അവിടെ 2 സീറ്റാണ് LDFനുള്ളത്. അത് 2 സ്വതന്ത്രന്മാരാണ്. 2 സ്വതന്ത്രന്മാർക്കും ജമാഅത്തെ ഇസ്ലാമിയുമായി യാതൊരു ബന്ധവുമില്ല. നുണ പറയുന്നവർ ഈ 2 പഞ്ചായത്ത് അംഗങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടെന്ന് ആ AR നഗർ പഞ്ചായത്തിലെ മറ്റ് UDFന്റെ മെമ്പർമാർ ഒന്ന് തെളിയിക്കട്ടെ. കള്ള പറഞ്ഞു കിടക്കുന്നതിനും ഒരു അതിരില്ലേടി. ഇനി അടുത്ത പഞ്ചായത്ത് നോക്കാം. ഈ പറപ്പൂര് ഗ്രാമപഞ്ചായത്ത് നമുക്കൊന്ന് നോക്കാം. പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് അവിടെ ആകെ 19 സീറ്റാണ് ഉള്ളത്.
LDF-നാണെങ്കിൽ 4 സ്വതന്ത്രന്മാരാണ് ഉള്ളത്. UDF-ന് 15 പേരാണുള്ളത്. അതിൽ വെൽഫെയർ പാർട്ടിയുടെ അംഗവുമുണ്ട്. അവർ UDF-ന്റെ ഭാഗവുമാണ്. 4 സ്വതന്ത്രന്മാർക്കും LDF-ന്റെ സ്വതന്ത്രന്മാർക്ക് വെൽഫെയർ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ ഉണ്ടെന്ന് അവിടെയുള്ള വെൽഫെയർ പാർട്ടിയുടെ അംഗം ഉണ്ടല്ലോ, അയാളൊന്ന് സാക്ഷ്യപ്പെടുത്തട്ടെ. ഇതിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞു വരുത്തുന്നത്. ജനങ്ങൾ കണ്ടുപിടിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടാൽ നിങ്ങൾ നാണക്കേടുണ്ടാവില്ലേ? എവിടെ ഉളുപ്പില്ലാത്തവന്മാർക്ക് പറഞ്ഞിട്ടെന്ത് കാര്യം? അങ്ങനെ പറപ്പൂരും പൊളിഞ്ഞു പാളീസായി. നമുക്കിനി അടുത്ത പഞ്ചായത്ത് നോക്കാം. അടുത്തത് കണ്ണമംഗലം പഞ്ചായത്താണ്. കണ്ണമംഗലം പഞ്ചായത്തിലും ഏകദേശം ഇതേ കഥ തന്നെയാണ്. അവിടെ 20 സീറ്റിൽ 18 സീറ്റും UDF ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിനാണ്. LDF-ന് 2 സ്വതന്ത്രന്മാരാണുള്ളത്. LDF സ്വതന്ത്രന്മാർ ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവിടെയുള്ള UDF മെമ്പർമാരൊന്ന് തെളിയിക്കാനായിട്ട് വ്യാജ പ്രചാരകരൊന്ന് പോയി പറയട്ടെ. അങ്ങനെ കണ്ണമംഗലവും പൊളിഞ്ഞു. ഇനി അടുത്ത പഞ്ചായത്ത്. അടുത്തത് ചീക്കോട് ഗ്രാമപഞ്ചായത്താണ്. ചീക്കോടിന്റെ കഥയും വളരെ വ്യത്യസ്തമല്ല. അവിടെ 18 സീറ്റാണ് ഉള്ളത്. അതിൽ 2 LDF മെമ്പർമാരാണുള്ളത്. ഒരു CPM-ഉം ഒരു CPM സ്വതന്ത്രനും. ഇവിടെ സ്വതന്ത്രൻ ലീഗ് വിമതനായി വന്ന് മത്സരിച്ച് LDF-ന്റെ പിന്തുണ വാങ്ങി ജയിച്ചിട്ടുള്ള ആളാണ്. അയാൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ ചീക്കോട് കള്ളവും പൊളിഞ്ഞു. ഇനി അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം. അടുത്തത് പൊന്മള പഞ്ചായത്താണ്. പൊന്മള പഞ്ചായത്തിന്റെ കാര്യം വ്യത്യസ്തമല്ല. അവിടെ 18 സീറ്റുകളുണ്ട്. 13 സീറ്റും UDF-ന്റെ കയ്യിലാണുള്ളത്. ഒരു സ്വതന്ത്രനടക്കം CPM-ന് 4 മെമ്പർമാരാണ് ഉള്ളത്. SDPIക്കും ഒരു സീറ്റുണ്ട്. പൊന്മള പഞ്ചായത്ത് ഭരിക്കുന്നത് UDF-ഉം. ഇവിടെ LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഒരാളുള്ളത്. അയാൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായോ SDPIയുമായോ ഒരു ബന്ധവും ഇല്ല. അങ്ങനെ ഉണ്ടെന്ന് അവിടെയുള്ള വെൽഫെയർ പാർട്ടിയോ SDPIയോ ഒന്ന് തെളിയിക്കട്ടെ. എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞു പോകുന്നത്? ഇങ്ങനെ പൊന്മള പഞ്ചായത്തിനെ കുറിച്ചുള്ള വ്യാജ പ്രചാരണവും പൊളിഞ്ഞിരിക്കും. അടുത്തത് തൃക്കലങ്ങോട് പഞ്ചായത്ത്. തൃക്കലങ്ങോട് പഞ്ചായത്തിലെ ആകെയുള്ള സീറ്റ് 23. അതിൽ 8 സീറ്റിലാണ് LDF-ന് വിജയമുള്ളത്. അതിൽ 7 സീറ്റിൽ CPM-ഉം ഒരു സീറ്റിൽ CPI-യും. ബാക്കി 3 സ്വതന്ത്രരടക്കം 15 സീറ്റിലും UDF ആണുള്ളത്. UDF ആണ് അവിടെ ഭരിക്കുന്നത്. ഇവിടെ എവിടുന്നാണ് ജമാഅത്തെ ഇസ്ലാമി? അങ്ങനെ തൃക്കലങ്ങോട് പഞ്ചായത്തിനെ പറ്റിയുള്ള വ്യാജ പ്രചാരണവും ഇതാ പൊളിഞ്ഞിരിക്കുന്നു. അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം. അടുത്തത് മക്കരപ്പറമ്പ് പഞ്ചായത്താണ്. മക്കരപ്പറമ്പ് പഞ്ചായത്ത് ആകെയുള്ള 13 സീറ്റിൽ ഒരേ ഒരു CPM സ്വതന്ത്രനാണ് അവിടുത്തെ LDF മെമ്പർ. ബാക്കി മുഴുവൻ UDF. ഇവിടെ എങ്ങനെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധം വരുന്നത്? ജമാഅത്തെ ഇസ്ലാമി 2020 UDF-ന്റെ ഭാഗമായാണ് മത്സരിച്ചത്. അവർ LDF-ന്റെ ഭാഗമേ അല്ല. സ്വതന്ത്രന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അവിടുത്തെ UDF-ന്റെ മെമ്പർമാർ ഒന്ന് തെളിയിക്കട്ടെ. അങ്ങനെ മക്കരപ്പറമ്പും ഗതാഗുവ. ഇനി അടുത്ത പഞ്ചായത്ത്. അടുത്തത് മേലാറ്റൂർ പഞ്ചായത്ത്. മേലാറ്റൂർ പഞ്ചായത്തില് ആകെയുള്ള 16 സീറ്റിൽ LDF-ന് 8 സീറ്റ്, UDF-ന് 8 സീറ്റ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ 8-8 എന്ന തുല്യത വന്നപ്പോൾ നറുക്കെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥി പ്രസിഡന്റും വൈസ് പ്രസിഡന്റിന്റെ നറുക്കെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വൈസ് പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെട്ട് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത്. ഇവിടെ എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി? അങ്ങനെ മേലാറ്റൂർ വ്യാജ പ്രചാരണവും പൊളിഞ്ഞു പാളീസായിരിക്കുന്നു. ഇനി അടുത്ത പഞ്ചായത്ത് തിരുനാവായ പഞ്ചായത്ത്. തിരുനാവായ പഞ്ചായത്തിൽ ആകെ 23 സീറ്റാണുള്ളത്. അതിൽ 8 പേര് മാത്രമാണ് LDF-ന്റെ മെമ്പർമാർ. ബാക്കി 2 സ്വതന്ത്രന്മാരടക്കം ബാക്കി 15 പേരും UDF-കാരാണ്. ഇതിൽ എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി? വേർ ഇസ് ജമാഅത്തെ ഇസ്ലാമി? അങ്ങനെ തിരുനാവായ പഞ്ചായത്ത് വ്യാജ പ്രചാരണം പൊളിഞ്ഞിരിക്കുന്നു. അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം. ഒതുക്കുങ്ങൽ പഞ്ചായത്താണ് അടുത്തത്. ആകെയുള്ള 20 സീറ്റിൽ 4 മെമ്പർമാരാണ് LDF-നുള്ളത്. ഒരു CPM-ഉം 3 സ്വതന്ത്രന്മാരും. ബാക്കി 16 പേരും സ്വതന്ത്രന്മാരുൾപ്പെടെ UDF-ന്റെ മെമ്പർമാരാണുള്ളത്. അവരാണ് ഒതുക്കുങ്ങൽ പഞ്ചായത്ത് ഭരിക്കുന്നത്. CPM-ന്റെ സ്വതന്ത്രന്മാരായ മെമ്പർമാർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സഹായവുമില്ല. കാരണം 2020 ജമാഅത്തെ ഇസ്ലാമി UDF-നോടൊപ്പമാണ് മത്സരിച്ചത്. എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധം വരും? അങ്ങനെ ഒതുക്കുങ്ങൽ പഞ്ചായത്ത് വ്യാജ പ്രചാരണം ഇതോടുകൂടി പൊളിഞ്ഞിരിക്കുകയാണ്. അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം. ഇനി തൂവൂർ ഗ്രാമപഞ്ചായത്താണ്. തൂവൂർ ഗ്രാമപഞ്ചായത്ത് ആകെയുള്ള 17 സീറ്റിൽ 17 സീറ്റും ജയിച്ചിരിക്കുന്നത് UDF ആണ്. അവിടെ LDF-ന് ഒരു സീറ്റ് പോലും ഇല്ല. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ ചേർന്നാണ് UDF അവിടെ മത്സരിച്ചിരിക്കുന്നത്. എന്തിനിടെ കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം. അടുത്തത് പെരുവള്ളൂർ പഞ്ചായത്ത്. പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ള 19 സീറ്റിൽ LDF-ന് 2 മെമ്പർമാരാണുള്ളത്. അവർ 2 പേരും സ്വതന്ത്രന്മാരാണ്. അവരാകട്ടെ ജമാഅത്തെ ഇസ്ലാമി കൂടി മത്സരിച്ച വാർഡിൽ നിന്ന് അവരെ കൂടി തോൽപ്പിച്ചാണ് LDF സ്വതന്ത്രന്മാരായി നിന്ന് ജയിച്ചത്. ഈ 17 സീറ്റിലും UDF ആണ് മെമ്പർമാർ. അവരാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. പിന്നെ 2 സ്വതന്ത്രന്മാരും ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചാണ് അവർ LDF സ്വതന്ത്രന്മാരായി LDF-ന്റെ അംഗങ്ങളായി പെരുവള്ളൂർ പഞ്ചായത്തിലുള്ളത്. പെരുവള്ളൂർ പഞ്ചായത്ത് കള്ളവും പൊളിഞ്ഞിരിക്കുന്നു. അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം. അടുത്തത് ചെറുകാവ് പഞ്ചായത്ത്. എന്താണ് ചെറുകാവ് പഞ്ചായത്തിന്റെ കഥ? ആകെയുള്ള 19 സീറ്റിൽ 8 സീറ്റിലാണ് LDF ജയിച്ചത്. ഇതിൽ 4 CPM, 4 സ്വതന്ത്രൻ. അതിലൊരു സ്വതന്ത്രൻ കോൺഗ്രസ് വിമതനായിരുന്നു. LDF-ന്റെ സപ്പോർട്ട് കൂടിയായിരുന്നു അയാൾ ജയിച്ചത്. എന്നാൽ അയാൾ തിരിച്ച് കോൺഗ്രസിലേക്ക് പോയി. അപ്പോൾ 7 മെമ്പർമാർ മാത്രമാണ് LDF-ന് ഇപ്പോൾ അവിടെ ഉള്ളത്. ചെറുകാവില്
12 സീറ്റോട് കൂടി UDF ആണ് അവിടെ ഭരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി UDFന്റെ ഭാഗമായാണ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇവിടെ എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയും LDFും തമ്മിലുള്ള ബന്ധം? അങ്ങനെ ചെറുകാവ് പഞ്ചായത്തിന്റെ വ്യാജ പ്രചാരണവും പൊളിഞ്ഞിരിക്കുന്നു. അടുത്ത പഞ്ചായത്ത്, അടുത്തത് മഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ്. മഞ്ചേരി നഗരസഭയിൽ ആകെ 50 സീറ്റാണ് ഉള്ളത്. അതിൽ 19 സീറ്റ് LDFനുണ്ട്. 19 സീറ്റിൽ ഒരു സീറ്റ് INLുമാണ് ഉള്ളത്. ബാക്കി 31 സീറ്റും UDFനാണ് ഉള്ളത്. ജമാഅത്തെ ഇസ്ലാമിയും കൂടെ ചേർന്നാണ് അവരവിടെ ഇലക്ഷൻ നേരിട്ടത്. അവരവിടെ 31 സീറ്റിൽ വിജയിച്ചത്. LDFന് എന്ത് ബന്ധമാണ് ജമാഅത്തെ ഇസ്ലാമിയായി മഞ്ചേരി നഗരസഭയിൽ ഉള്ളത്? അതൊരു എളുപ്പമില്ലാതെ കള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം. അടുത്തത് പെരുമ്പടപ്പ് പഞ്ചായത്താണ്. പെരുമ്പടപ്പ് പഞ്ചായത്തിൽ ആകെ 18 സീറ്റുകൾ. അതിൽ 13 സീറ്റും LDFന്റെ മെമ്പർമാരാണുള്ളത്. അതിൽ 2 സ്വതന്ത്രന്മാരുണ്ട്. അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അവിടെ LDF ആണ് ഭരിക്കുന്നത്. ഇനി എന്ത് ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ കുറിച്ചാണ് ഇവർ ഈ സംസാരിക്കുന്നത്? പച്ചക്കള്ളം പറയാൻ യാതൊരു ഉളുപ്പുമില്ലാതെ, കള്ളം പറഞ്ഞാലും പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ഉളുപ്പില്ലായ്മ കൊണ്ടാണ് ഈ പച്ചക്കള്ളം ഇവർ പ്രചരിപ്പിക്കുന്നത്. ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ 23 പഞ്ചായത്ത്, ആ പഞ്ചായത്തിന്റെ പേരും പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഇലക്ഷന് മുമ്പും കൂട്ടുകെട്ട്, ഇലക്ഷന് ശേഷവും കൂട്ടുകെട്ട് എന്ന നിലയിൽ വ്യാജ പ്രചാരണം നടത്തുകയാണ് ഈ കൂട്ടർ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷ തീവ്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും കൂട്ടുപിടിച്ച് UDF നേടിയ വിജയം ജനങ്ങൾ കണ്ടുപിടിച്ചു എന്നറിഞ്ഞപ്പം ഇതുപോലെയുള്ള വ്യാജ പ്രചാരണങ്ങളുമായി ഇവർ പുറത്തിറങ്ങുകയാണ്. അത് 23 പഞ്ചായത്തിന്റെ പേര് എണ്ണി ജനങ്ങളൊന്നും ഇത് പരിശോധിക്കില്ലെന്ന് കരുതിയോ നിങ്ങൾ വ്യാജ പ്രചാരകരെ? 23 പഞ്ചായത്ത് നമ്മൾ വിശകലനം ചെയ്തിട്ടാണ് ഇത് പൊളിച്ചടുക്കി കൈ കൊടുത്തിരിക്കുന്നത്. ലേശമെങ്കിലും ഉളുപ്പ് വേണ്ടയുടെ ഇതുപോലെയൊക്കെ വ്യാജ പ്രചാരണം നടത്തുന്നവരെ? എങ്ങനെയാ? ലീഗ് ആയിരിക്കും, കോൺഗ്രസ് ആയിരിക്കും, BJP ആയിരിക്കും. കണ്ട് മാപ്രകളും ചാനൽ ചർച്ചയിൽ എടുത്തു വെച്ച് കാച്ചു. ഒരു പഠനവും നടത്താതെ 23 പഞ്ചായത്തിന്റെ പേരും കൊടുത്ത് ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക വ്യാജ പ്രചാരകര്. കടന്നു പോയില്ലടാ.